നമ്മുടെ വെനത്തിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട ആർക്കെങ്കിലും തോന്നും നമ്മുടെ വെനം ഒരു നിയമവിരുദ്ധനും അതുപോലെ തന്നെ ഗ്രഹദ്രോഹിയും അതുപോലെ സിംബിയോട്ടുകളെ കണ്ട തിരിച്ചറിയാത്തവനുമാണെന്ന്. കാരണം വേറൊന്നുമല്ല, നമ്മളെ ഞള്ളിനെ ആണെങ്കിൽ സിംബിയോട്ടുകളെല്ലാം ചേർന്ന് അറ്റാക്ക് ചെയ്തിട്ട് ക്ലൈറ്ററിനുള്ളിൽ അടച്ചിടുമല്ലോ. അതിനുശേഷം തന്നെ സിംബിയോട്ടുകൾ തന്നെ നിയമം വരുത്തും. അഥവാ ഏതെങ്കിലും മരിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിന് ജീവൻ കൊടുക്കുകയാണെങ്കിൽ കോഡക്സ് എന്ന് പറയുന്ന ഒരു കീ ഓപ്പൺ ആവും. അതിലൂടെ ഞള്ളിനെ വേണമെന്നുണ്ടെങ്കിൽ ക്ലൈറ്ററിനുള്ളിൽ നിന്ന് പുറത്ത് വരാനും പറ്റും. അതുപോലെ തന്നെ യൂണിവേഴ്സ് തന്നെ നശിപ്പിക്കാനും പറ്റുമല്ലോ. അപ്പം ഈ നിയമം എഡ്ഡിയെ സംബന്ധിച്ച് അറിയത്തില്ല, പക്ഷേങ്കിൽ വെനത്തിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അത് നമ്മുടെ വെനം വണ്ണിനകത്ത് നമ്മുടെ എഡ്ഡീനെ റയോട്ട് കൊല്ലുന്ന ശേഷം നമ്മുടെ എഡ്ഡിക്കാണെങ്കിൽ നമ്മുടെ വെനം പുനർജീവൻ കൊടുക്കുന്നുണ്ടല്ലോ. അതിലൂടെ തന്നെ നമ്മുടെ കോഡക്സും ഉണ്ടായി വരുന്നുണ്ട്. അങ്ങനെയാണല്ലോ നമ്മുടെ ഞള്ളിനെ തൻ്റെ സീനോഫേജിനെ ഭൂമിയിലേക്ക് അയക്കേണ്ടത് വരുന്നത്. അത് വെനത്തിനും എഡ്ഡിനും വേണ്ടി. അപ്പം എഡ്ഡിയെ സംബന്ധിച്ച് ഈ നിയമങ്ങളൊന്നും എഡ്ഡിക്ക് അറിയത്തില്ല. പിന്നെ അവസാനം വെനം 3 തന്നെ നമ്മുടെ വെനം പറയുന്നുണ്ട്, അഥവാ ഞങ്ങൾ ഏതെങ്കിലും ഒരു ജീവിക്ക് ജീവൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 2 പേർ ലൈഫ് ഫോഴ്സ് ഒന്നാവും. അതിലൂടെ തന്നെ കോഡക്സ് എന്ന് പറഞ്ഞ കീ ഓപ്പൺ ആവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഞള്ളിന് പുറത്തേക്ക് വരാനും പറ്റും, ഈ പ്രപഞ്ചം തന്നെ നശിപ്പിക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മളെ പിടിക്കാൻ വേണ്ടിയാണ് സീനോഫേജ് വന്നേക്കുന്നത് അവർ തന്നെ പറയുന്നുണ്ടല്ലോ, വെനം തന്നെ പറയുന്നുണ്ട്. അപ്പം എങ്ങനെ വന്നാലും വെനം ഒരു നിയമവിരുദ്ധിയാണല്ലോ എനിക്ക് തോന്നുന്നത്.